നമസ്കാരം. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ഇന്ത്യയുടെ ദേശീയ ഗാനം ലോകത്തിലെ ഏറ്റവും മികച്ച ദേശീയ ഗാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ പൈതൃക പട്ടിക പ്രസിദ്ധീകരിച്ചത്. കേരളത്തിൽ പിള്ളേരെ പിടിക്കുന്ന ആളുകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് പിള്ളേരെ പിടിക്കുകയും അവരുടെ അവയവങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച നിങ്ങളിൽ പലർക്കും മാരകമായ പല പ്രതിസന്ധികളും രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറിയിരിക്കുകയാണ്. നിങ്ങൾ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുകയും അത് ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വാർത്തകൾ നാം കേൾക്കാറുണ്ട്. പക്ഷേ ഈ വാർത്തകൾ പലതും നാം വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു സത്യം കൂടിയാണ്. ഇവിടെയാണ് വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ സ്വാധീനം ഞാൻ നിങ്ങളെ വരച്ചു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്ന പുസ്തകമാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. ഡാനിയൽ കാമൻ എഴുതിയ പുസ്തകം. ഒരു നോബൽ ലൊറേറ്റാണ് അദ്ദേഹം. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പലതും വിശ്വസിക്കുന്നവരാണ് നാം എത്രയോ പ്രാവശ്യം വാട്സപ്പിൽ കണ്ട കാര്യമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം സെലക്ട് ചെയ്യപ്പെട്ടു. അതല്ലെങ്കിൽ നമ്മുടെ കൊച്ചു ഗ്രാമം ഏറ്റവും മികച്ച ഗ്രാമമായി തൊട്ട് ചില നിമിഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നു. കോവിഡ് വാക്സിൻ സംബന്ധമായി, മതപരിവർത്തന സംബന്ധമായി ഇങ്ങനെ ധാരാളം വാർത്തകൾ നാം കേൾക്കുകയും പെട്ടെന്ന് നാം വിശ്വസിച്ചു പോവുകയും ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല തീരുമാനങ്ങൾ നാം എടുക്കുകയാണ്. ഇത് ഈ സംഭവങ്ങൾ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ വഴിതെറ്റിച്ച് വിടുന്നതിന് ഒരു കാരണമാണ് ഈ പുസ്തകത്തിൽ തിങ്ക് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന ആശയത്തിലൂടെ പറയുന്നത്. ഡാനിയൽ കാൻമാൻ അടുത്ത കാലത്ത് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. എക്കണോമിക്സിനാണ് നോബൽ പ്രൈസ് കിട്ടിയത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കുന്നത് തിങ്കിങ് ഫാസ്റ്റ്, വളരെ വേഗത്തിൽ നാം തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഒന്ന് ആലോചിക്കാൻ പോലും, ഒന്ന് ചിന്തിക്കാൻ പോലും, ഒന്ന് യുക്തി പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ ഒട്ടുമിക്ക ആളുകളും തീരുമാനമെടുക്കുകയും അതിലൂടെ വലിയ തെറ്റുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അവിടെയാണ് ഈ പുസ്തകം പറയുന്നത് സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2 തിങ്കിങ്. രണ്ട് തരത്തിലുള്ള തിങ്കിങ് ആണുള്ളത്. ഒന്ന് സിസ്റ്റം 1, രണ്ട് സിസ്റ്റം 2. സിസ്റ്റം 1 എന്ന് പറയുന്നത് പെട്ടെന്നൊരു കാര്യം കാണുമ്പോൾ നാം വിശ്വസിച്ച് പോവുകയാണ്. ഞാനും പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കണ്ട് വിശ്വസിച്ച് പോകാറുണ്ട്. കാരണം ചില ചിത്രങ്ങളൊക്കെ വളരെ റിയലായി കടന്നു വരും. ചില വീഡിയോസൊക്കെ വളരെ ഒറിജിനലായി കടന്നു വരും. ചില രാഷ്ട്രീയ നേതാക്കന്മാരെയോ ചില രാജ്യങ്ങളെയോ ചില വ്യക്തികളെയോ ഒക്കെ അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോകളായിരിക്കാം ചിലപ്പോൾ. ഇതിൽ പലതും വെറുതെ വ്യൂ കിട്ടാനായി ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ചില വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കും, ചില സംഭവങ്ങൾ നമ്മെ കോരിത്തെരിപ്പിക്കും. ചില ചിത്രങ്ങളും ചില വീഡിയോകളും നമ്മെ മൊത്തത്തിൽ ആകെ ഒലിച്ചു കളയും. പക്ഷേ പല പഠനങ്ങളും പറയുന്നത് ഏകദേശം 50 മുതൽ 60% ഇത്തരം വിവരങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ഇൻഫോർമേഷനുകളെല്ലാം വ്യാജമാണ് എന്നുള്ളതാണ്. പക്ഷെ നാം വിശ്വസിച്ചു പോവുകയാണ്. ഇപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മറ്റ് വാർത്തകൾ വിശ്വസിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. പല വാർത്തകളും കാണുമ്പോൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കും, ഫാക്ട് ചെക്ക് നടത്തും, ഇത് ശരിയാണോ എന്നുള്ളത്. പക്ഷെ വിശ്വസിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കൊഹറൻസ് എന്ന് പറയുന്നുണ്ട്, എക്സ്പീരിയൻസസ് എന്ന് പറയുന്നുണ്ട്, സിസ്റ്റം 1 തിങ്കിങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡാനിയൽ കാൻമാൻ പറയുന്നത് സിസ്റ്റം 1 തിങ്കിങ് വളരെ ഫാസ്റ്റായി, വളരെ പെട്ടെന്ന്, വളരെ ക്വിക്കായി നാം എടുത്തു പോകുന്ന തീരുമാനങ്ങൾ നാം കാണുമ്പോൾ തന്നെ വിശ്വസിച്ച് പോവുകയാണ്. ചിലപ്പോൾ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായി ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം. ഇതിന് പല ശാസ്ത്രീയമായ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സിസ്റ്റം 2 തിങ്കിങ് എന്ന് പറയുന്നത് അത് സ്ലോ തിങ്കിങ് ആണ്. ഒരു കാര്യം കേൾക്കുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ, ഒരു പ്രോബ്ലം ജീവിതത്തിൽ വരുമ്പോൾ അതിനെ പെട്ടെന്ന് തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതെ ഒന്ന് ആലോചിച്ച് സ്ലോ ആയി, റാഷണലായി, ലോജിക്കലായി എങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും. ധാരാളം എക്സാമ്പിൾസ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ പസിൽസ് എല്ലാം ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യാപ്പ് ആൻഡ് ബോട്ടിൽ പസിൽ, അത് വളരെ രസകരമായിട്ടുള്ള പസിലാണ്. ഇങ്ങനെ ധാരാളം പസിൽസിലും അദ്ദേഹം വിശദീകരിക്കുകയാണ് എങ്ങനെയാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്, എങ്ങനെയാണ് പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കുന്നത്. ധാരാളം ആളുകളും സിസ്റ്റം 1 പെട്ടെന്ന് ലോജിക്കില്ലാതെ, റാഷണൽ ഇല്ലാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും അതിലൂടെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. എന്നാൽ സിസ്റ്റം 2 തിങ്കിങ് എന്ന് പറയുന്നത് അത് സ്ലോ തിങ്കിങ് ആണ്, ലോജിക്കലാണ്, റാഷണലാണ്. കുറേ അധികം നാളത്തെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം 2 തിങ്കിങ് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ധാരാളം ആളുകൾ റെഫർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണിത്. ഇത് മാസ്റ്റർ പീസ് ആണെന്നും എല്ലാവരും ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ടതാണെന്നും
എ ലൈഫ് ടൈം വർത്ത് ഓഫ് വിസ്ഡം എന്നുമെല്ലാമാണ് ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം വലിയ പുസ്തകമാണ്. കുറേ നാളുകളായി പുസ്തകം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ അക്ഷരത്തിൽ വളരെ ദീർഘമേറിയ കട്ടിയുള്ള ഒരു പുസ്തകം തന്നെയാണ്. ചലഞ്ചിങ് റീഡാണ്, പക്ഷേ വർത്ത് റീഡിംഗ് ആണെന്ന് പറയും. വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എസ്പെഷ്യലി CEO പോലെയുള്ള, ഒപ്പം തന്നെ ഹൈ ലെവൽ പെർഫോമിംഗ് ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള പുസ്തകമാണ് തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ. വളരെ വേഗത കുറച്ച് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ചിലപ്പോൾ കുറച്ച് വൈകിയേക്കാം, പക്ഷെ നല്ല തീരുമാനം എടുക്കുവാനും ജീവിതത്തിൽ വലിയ വിജയം കൊണ്ടുവരാൻ സഹായിക്കുന്ന ചിന്തകളാണിത്. ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.